അപ്പമാരോട് പറയുകയാണ്, പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കള് തള്ളിക്കളയുന്നവരുണ്ടോ, ഒരിക്കലും ഇവൻ നന്നാകില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലോ. മോശമായ ജീവിതം നയിക്കുന്ന മക്കളെ ശപിക്കലല്ല, പ്രാകലല്ല. നല്ലത് പറവാപ്പാ, നല്ലത് പറവുമ്മ. നിന്റെ സ്വന്തം മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോ അവന് വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞവനെ അവനെ ഉപേക്ഷിക്കരുത്. അവന് വേണ്ടി ദുആ ചെയ്യൂ, അവന് വേണ്ടി ദുആ ചെയ്യൂ. നിന്റെ നാവ് കൊണ്ട് ദുആ ചെയ്യൂ. നിന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ടോ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, ഫുളൈൽ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, അല്ലാഹുവേ, അലി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. അലി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. ആ പൊന്നുമകനെ എത്ര ഉപദേശിച്ചിട്ടും അവൻ നന്നാകുന്നില്ല. എന്തെല്ലാം നോക്കി, ഏതെല്ലാം വഴികൾ നോക്കി. എന്നിട്ട് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, അലി എന്ന് പറയുന്ന പൊന്നാര മകൻ നന്നാകാതെ വന്നപ്പോ ശപിച്ചില്ല, കൈയൊഴിഞ്ഞില്ല. ഫുളൈൽ തങ്ങളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തുകയാ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനോട് പറഞ്ഞു, അല്ലാഹ്, ഇവനെ ഞാൻ നന്നാക്കാൻ നോക്കിയിട്ട് പരാജയപ്പെട്ടിരിക്കുന്ന തമ്പുരാനെ, ഇവനെ ഞാൻ നന്നാക്കാൻ നോക്കിയിട്ട് ഞാൻ പരാജയപ്പെട്ടിരിക്കുന്ന തമ്പുരാന്, അല്ലാഹുവേ, നിന്നെ ഞാൻ ഇവനെ ഏൽപ്പിക്കുകയാണ്. ഇനി ഇവനെ നന്നാക്കാൻ തവക്കൽതു അലല്ലാഹ്, ഇവനെ നന്നാക്കാൻ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ അല്ലാഹ്. ഇവനെ നന്നാക്കി തരണേ അല്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ അല്ലാഹനെ ഏൽപ്പിച്ചതോ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ തന്റെ മകന് ഖുർആൻ ഓതുന്നതൊരു ലഹരിയായി, ഖുർആൻ കേൾക്കുന്നതൊരു ലഹരിയായി. ദുസ്വഭാവങ്ങൾ മുഴുവനും മാറുകയാണ്. ഖുർആനുമായി ബന്ധപ്പെടുകയാണ്, ഇൽമുമായി ബന്ധപ്പെടുകയാണ്, നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെടുകയാണ്. അവസാനം പടച്ചവനെ എല്ലാ ദുസ്വഭാവങ്ങളും മാറുകയാണ്. 24 മണിക്കൂറും ഖുർആനിന് വേണ്ടി ചെലവഴിക്കുകയാണ്. അവസാനം സുബ്ഹാനല്ലാഹ്, അലി എന്ന് പറയുന്ന മകൻ ലോകത്തോട് വിട പറഞ്ഞത് ഖുർആൻ ഓതിയിട്ടാ വാപ്പാ.